മറ്റേ ചർച്ചില്ലേ ആ ചർച്ച് വെള്ളത്തിലായി കഴിഞ്ഞപ്പോ പിന്നെ പുതിയ പണിത ചർച്ചാണ് ഇതെന്നാ തോന്നുന്നത് അല്ലേ കാണല്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വർഗ റിയൽ എസ്റ്റേറ്റ് ട്രാവൽ വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നോക്കുന്ന നല്ല കീട്ടിലെ ഒരു പള്ളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അത് നമ്മൾ കർണാടകയിലെ ഷെട്ടിഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പുതിയതായിട്ട് പണിത ഈ ഒരു പള്ളി കണ്ടിട്ട് ഇനി നമുക്ക് വെള്ളത്തില്, അതായത് കാണാനുള്ള വേറൊരു കാഴ്ച നമുക്ക് കാണാനുള്ളത്. വെള്ളത്തിൽ മുങ്ങിയൊരു പള്ളി ഉണ്ട്. ആ പള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനാണ് നമ്മൾ പോണേ. അപ്പൊ അത് കാഴ്ച നിങ്ങൾക്കും കാണിച്ചേട്ടാ. റോഡൊക്കെ ഒരു ഒന്നൊന്നര റോഡുകളാണ് അല്ലേ, കിടിലൻ റോഡുകളാണ്. അമ്പ് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്പുകളുണ്ട്. നമുക്കേ ഇത് കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്, പിന്നെ കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നോക്കിയും കണ്ടൊക്കെ അതിൽ പോണം എന്നാണ്. കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. ചിലപ്പോ നമുക്കിപ്പൊ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. കാണാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഡൗട്ടുള്ള കാര്യം. കാരണം മഴ ഡാം അടച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഡാം അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സംഭവം കാണൂല, വെള്ളത്തിൽ മുങ്ങും. ഡാം തുറന്നിട്ടാ കാണും, തുറന്നിട്ടില്ലെങ്കിൽ കാണൂല അല്ലേ. എത്താനായോ? അതാണ്, എത്താനായി. വണ്ടികളൊക്കെ അത് കാണാൻ വേണ്ടി വന്നാണ്. ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. പല പല സ്ഥലത്ത് നിന്ന്, പല പല ദേശത്ത് നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരും. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ. സംഭവം നല്ല ഡ്രൈവ് നടത്താട്ടോ അതിലെ. എന്തൊക്കെ വണ്ടി പോകണ്ടല്ലേ എന്റെ മോനേടോക്ക. അപ്പൊ ഗായ്സ് ഞങ്ങൾ ആ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് അങ്ങോട്ട് എത്തി. നിങ്ങളെ കാണുന്നില്ലത്, നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങളിത് കാണു ഗായ്സ്. ഒരു ചർച്ചാണല്ല, ബ്രിട്ടീഷ്. ഇതെന്താ കുറച്ച് വർഷം ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേന് അവിടെ ഡാം പണിതു. ഡാം പണിതപ്പം പിന്നെ ഈ ചർച്ച് പിന്നെ എന്താ പറയാ വെള്ളത്തിലായി. നല്ലൊരു സ്ഥലത്താണ്. നമുക്ക് ഇറങ്ങി പോയിട്ട് കാണട്ടോ. ഇറങ്ങണേ, ഞങ്ങളോട് രാവിലെ പറഞ്ഞതാണ് നമുക്ക് ഫുഡ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാന്ന്. നല്ല സ്ഥലമുണ്ട്, നല്ല കാഴ്ചയും കാണുന്ന. നമുക്ക് നല്ല പള്ളിയുടെ ഉൾവശം ആദ്യം കാണിച്ചു കൊടുത്താൽ നമുക്ക് പോയി കാണാം. കാണിച്ചല്ലേ, നല്ലൊരു വൈബുള്ള സ്ഥലത്താണ് കേട്ടോ. ഇഷ്ടിക. പിന്നെ നമുക്ക് പുഴയും വലിയ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട്. നിങ്ങൾ ഇതൊക്കെയാണ് കാണുന്നല്ലേ. എന്തൊക്കെയോ തീറ്റ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇത് നോക്കിയേ, ഉള്ള ഇഷ്ടിക വെച്ചിട്ടാ പണ്ട്. എത്ര വർഷം പഴയതായിരിക്കൂലേ? അധിക വർഷമൊന്നുമില്ല, അത് കുറച്ചു കാലം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഈ ഡാം പണിത് കഴിഞ്ഞപ്പോ ഇതിന്റെ വെള്ളത്തിലായി. ആ മാപ്പ് ഇപ്പോഴും റൈറ്റിങ്ങും ലെഫ്റ്റിങ്ങും പറയാല്ലേ. വലിയ പള്ളിയാണല്ലോ. അല്ല, ഇവിടത്തതൊക്കെ ഇടിഞ്ഞു പോയതാല്ലേ. ഇതുണ്ടോ സംഭവം, അടിപൊളി ലൊക്കേഷനാണ് ഇത്. ഈ സിനിമ ഇത് ഒരു സിനിമയിലുണ്ട് പറഞ്ഞു, മിന്നൽ മുരളിയിൽ ഈ സാധനം പിന്നെ സെറ്റ് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ. മഴക്കാലത്ത് വന്നാൽ ഈ സാധനം കാണാൻ പറ്റൂല, വെള്ളത്തിലാവും. ഇതൊക്കെ നമ്മള് നേരത്തെ വന്ന് കാണണേന്ന് കേട്ടോ. നല്ല രസമുണ്ട്. ഞാനിപ്പോൾ അത് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കണ്ടത്. എന്ത് എത്രയേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനമായിരിക്കൂലേ. ഡാം എവിടെയായിട്ട് തോന്നണം നിങ്ങൾക്ക്? ഡാം അവിടെ എവിടെയാന്ന് തോന്നുന്നു അല്ലേ? അവിടെയാണോ? ആണെന്ന് പറഞ്ഞു. ആ ഭാഗത്ത് അല്ലേ, ആ ഭാഗത്ത് അതാണോ തോന്നണേ. അങ്ങാണ്ട് വേറെ എന്തോ ഇങ്ങനെ തിളങ്ങി കണ്ണ പോലെ തോന്നണ്. കണ്ണുണ്ടോ? എനിക്ക് തോന്നണ അവിടെയാണെന്നാ. അതൊക്കെ ഇടിഞ്ഞു വീണതാണത്. ഇതിലൊക്കെ കയറിപ്പോയേക്കല്ലേ നമുക്ക്. ഇതെല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ ആയിരുന്നു വന്നിട്ട് അല്ലേ? എല്ലാ ഭാഗവും ഒരേപോലെ, ഒരേ ഡിസൈൻ അല്ലേ. എല്ലാം ഇടിഞ്ഞ് തകർന്ന് വീണ്. ഇപ്പൊ നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ചർച്ചിന്റെ അതേപോലെ തന്നെ ആയിരിക്കല്ലേ ഇതും പണിതത് അല്ലേ? അത്ര ഭംഗിയിൽ നിൽക്കേണ്ട ചർച്ചല്ലേ ഇത് അല്ലേ?
ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ സംഭവം വിസിറ്റിംഗ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഫോട്ടോ എടുക്കാനും നല്ലൊരു ലൊക്കേഷനാണ് ഇത് അല്ലേ? ഡാമിൽ വെള്ളം കെട്ടി നിർത്തുമ്പോൾ പിന്നെ ഇങ്ങോട്ടൊക്കെ ഫുള്ള് വെള്ളമായി ആവൂലേ? ഇത് മൂടും. അങ്ങാണ്ടേ പാലത്തെ കൂടെ വണ്ടികളൊക്കെ പോണ്ടല്ലോ, അതെവിടെയാണ് അവലെ? അതെവിടെയാന്ന് അറിയില്ല. കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അല്ലേ? നല്ല തണുത്ത കാറ്റ്. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഫുള്ള് നോക്കാം. നമ്മള് കിലോമീറ്റർ ഓടി വന്നല്ലേ, മൊത്തത്തിലൊന്ന് നടന്ന് കാണാലോ. ആടെ ചൂണ്ടിടാൻ ആടെ ആൾക്കാർ പോണ് അങ്ങ് ആ സ്റ്റിക്കും കൊണ്ട്. നമ്മളെ കേരള വണ്ടികളൊന്നും ഇല്ലേ? കേരള രജിസ്ട്രേഷൻ വണ്ടികളൊന്നും ഇല്ലേന്ന് അതൊന്നും കാണാനില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടല്ലേ. പക്ഷേ ഇതിന്റെ അതേ മോഡലിലേക്ക് ചിലപ്പോ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? പൊളിഞ്ഞിക്കുമ്പോഴാണ് സൂപ്പർ. സൂപ്പർ ആണ് അങ്ങനല്ലേ? ഇത് കണ്ടില്ലേ, ഇത്രയും നല്ല പുഴേന്റെ ഒരു തീരത്ത് ഇതേപോലെ നല്ല വൈബുള്ള സ്ഥലത്താണ്. ഇതിപ്പോ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ല ഇതായിരിക്കും അല്ലേ? അതാണ് അങ്ങോട്ടേക്ക് അതിന്റെ ഫ്രണ്ട് ഭാഗം ആ ഭാഗത്തായിരുന്നു അല്ലേ? നമ്മളെ എല്ലാ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന പോലത്തെ ഗോപുരം ഇവിടെ ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ കഷ്ടായി പോയില്ലേ പൊളിഞ്ഞു പോയത്. സംഭവം നല്ല രസമായിരുന്നു അല്ലേ? ഈ ഒരു ഏരിയയും ഇതൊക്കെ മൊത്തത്തിലൊരു എന്താ പറയാ, ഒരു വൈബുള്ള ഏരിയ കണ്ടോ? ഇത് കണ്ടുപിടിച്ച് ഈ സ്ഥലം വന്ന് കണ്ടുപിടിച്ച ആൾക്കാരെ സമ്മതിക്കണം അല്ലേ? അപ്പൊ എന്നാല് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ പേജ് നിങ്ങളൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക, ഒപ്പം കൂടുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനെങ്കിൽ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ വിൽക്കുന്നതിൻ്റെ വീഡിയോകൾ ചെയ്യലാണ് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കർണാടകയിൽ വന്നതാണ്, ഹസനിൽ വന്നതാണ്. അപ്പം ഈ ഒരു നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അതെ, ബൈ ബൈ.